ഹായ് ഓൾ. ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് ഇനി വരാൻ പോകുന്ന RRB NTPC പോസ്റ്റ് ആയിട്ടുള്ള ഗുഡ്സ് ട്രെയിൻ മാനേജർ അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന രണ്ട് പോസ്റ്റുകളുടെ കമ്പാരിസൺ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ തന്നെയാണ്, അതായത് നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജറും അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഗുഡ്സ് ട്രെയിൻ മാനേജർ പോസ്റ്റിലോട്ട് കയറാം, അതുപോലെ എങ്ങനെ നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലോട്ട് എൻ്റർ ചെയ്യാം, അതുപോലെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഈ രണ്ട് പോസ്റ്റുകൾ തമ്മിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു സെഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഓരോ പോസ്റ്റുകളായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ റെയിൽവേയുടെ NTPCയുടെ 2024 പരീക്ഷയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതും, അതായത് കഴിയാറായതും. ഗ്രാജുവേറ്റ് കഴിഞ്ഞു, UG നമുക്ക് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഈ 2024 ഇനി 2025 നമുക്ക് വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഈ പറയുന്ന പോസ്റ്റുകളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞു വെച്ചിരിക്കുക. എന്തൊക്കെയാണ് ജോബ് പ്രൊഫൈൽ, എന്ത് ഡ്യൂട്ടീസ് ഒക്കെയാണ് വരുന്നത്, ഏത് എക്സാം, അതായത് എന്തായിരിക്കും അതിന്റെ എക്സാം പാറ്റേൺ, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിട്ട് ഈ പറയുന്ന രണ്ട് പോസ്റ്റുകളും വളരെ റെപ്യൂഡ് ആയിട്ട് വരുന്ന രണ്ട് പോസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോസ്റ്റുകളിലെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഒരു വൈറ്റ് യൂണിഫോമിലൊക്കെയാണ് സ്റ്റേഷൻ മാസ്റ്റർ, അല്ലെങ്കിൽ പല ഫിലിംസിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഒരു ലുക്കും കാര്യങ്ങളും. അതായത് ഓൾ ഇൻ ഓൾ ആ സ്റ്റേഷൻ ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അവിടുത്തെ ഒരു ഒരു സുപ്പീരിയർ ആയിട്ട് വരുന്ന ഒരു ഓഫീസറാണ് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ. ഓക്കെ, സ്റ്റേഷന്റെ മാസ്റ്റർ അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ നമുക്ക് കയറാം? RRB NTPCയുടെ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ്, ലെവൽ 6 പോസ്റ്റ് ആണ് സ്റ്റേഷൻ മാസ്റ്റർ. അതുപോലെ ഏതൊരു ഡിഗ്രി ഹോൾഡറിനും നിഷ്പ്രയാസം എഴുതി കയറാവുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. ഇനി 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അതുകൂടാണ്ട് ഇത് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ഈ ഏജ് ലിമിറ്റ് വരുമ്പോൾ അവിടെ റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, കാറ്റഗറി വൈസ് വരുന്നത്. അതല്ലാതെ നമുക്കിപ്പോ നോർമലി പറയുകയാണെങ്കിൽ 18 to 33 വയസ്സാണ്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് വിഷൻ ഉള്ള ഒരു ജോബ് കൂടിയാണ്, പെർഫെക്റ്റ് വിഷൻ വേണ്ടി വരുന്ന ഒരു ജോബ് കൂടിയാണ് സ്റ്റേഷൻ മാസ്റ്റർ. അതായത് ആ സ്റ്റേഷന്റെ കൺട്രോൾ കംപ്ലീറ്റും സ്റ്റേഷൻ മാസ്റ്ററിന്റെ അണ്ടറിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ. കഴിഞ്ഞ വർഷം തൊട്ടായിരിക്കും ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതിന് മുന്നേ വരെ, അതായത് 2019 വിളിച്ചിട്ട് 2021 നടന്ന പരീക്ഷ, ആ ടൈമിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, ഗുഡ്സ് ഗാർഡ് എന്നുള്ളത്. ഈ ഗുഡ്സ് ഗാർഡ് മാറ്റിയിട്ടാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു ലെവൽ 5, നമ്മുടെ RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന ലെവൽ 5 വരുന്ന ഒരു പോസ്റ്റാണ്. വളരെ 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 ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത്. ട്രെയിൻ മാനേജർ എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ ഓൾ ഇൻ ഓൾ ആണ് ട്രെയിൻ മാനേജർ. അതായത് നമ്മളിപ്പോ ഒരു ഫ്രീറ്റ് എഞ്ചിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ട്രെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എക്സ്പ്രസ് ട്രെയിൻ ആയിക്കോട്ടെ, അതിന്റെ ഫുൾ ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ട്രെയിൻ എപ്പോഴെടുക്കണം, ആ ട്രെയിനിൽ എപ്പോഴും സിഗ്നൽ കൊടുക്കണം എന്നുള്ള കംപ്ലീറ്റ്, അതായത് ട്രെയിനിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി വരുന്ന ഒരാളാണ് ഈ പറയുന്ന ട്രെയിൻ മാനേജർ. അപ്പോൾ ട്രെയിൻ മാനേജർ എങ്ങനെ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാനേജറിലൂടെയാണ് ഈ പറയുന്ന പാസഞ്ചർ ട്രെയിനിലേക്കും അതുപോലെ എക്സ്പ്രസിലേക്കും മെയിലിലേക്കും അതായത് നമ്മുടെ രാജധാനിയിലേക്കും ശതാബ്ദിയിലേക്കും ഒക്കെ ഉള്ള ട്രെയിൻ മാനേജർ ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ ലെവൽ 5 ആണ്. ഇനി ഗ്രാജുവേറ്റ് ആണ്. അതുപോലെ 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ്. അതുകൂടാണ്ട് ഇതൊരു A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഇതും പെർഫെക്റ്റ് വിഷൻ ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ. ഓക്കെ, ഇനി നെക്സ്റ്റ്
സാലറി പേർക്കാണ് പറയാൻ പോകുന്നത്. സാലറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിനാണെങ്കിൽ അതൊരു ലെവൽ 6 പോസ്റ്റ് ആയതുകൊണ്ട് 35,400 രൂപയാണ് നമുക്ക് എന്താണ് സ്റ്റേഷൻ മാസ്റ്ററിന്റെ ബേസിക് സാലറി വരുന്നത്. അത് കൂടാണ്ട് DA വരുന്നുണ്ട്, HRA വരുന്നുണ്ട്, ഹൗസ് റെന്റ് അലവൻസ് വരുന്നുണ്ട്, ട്രാവൽ അലവൻസ് വരുന്നുണ്ട്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് വരുന്നുണ്ട്, ഓവർ ടൈം അലവൻസ് വരുന്നുണ്ട്, സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് വരുന്നുണ്ട്, നാഷണൽ ഹോളിഡേ അലവൻസ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ അലവൻസസ് ഉണ്ട്, കുട്ടികൾക്കുള്ള ഫ്രീ ട്രാവൽ ഓൺ ഇന്ത്യൻ റെയിൽവേസ്, ഇതെല്ലാം നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററിൽ വരുന്നുണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 65+ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ ഹാൻഡ് സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ. ഞാനൊരു മിനിമം ഒരു എന്താണ് ഒരു എമൗണ്ട് പറയുന്നു എന്നേ ഉള്ളൂ, ഇതിലും കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഗുഡ്സ് ട്രെയിൻ മാനേജറിന്റെ കാര്യം വരുമ്പോഴോ 29,200 ഗുഡ്സ് ട്രെയിൻ മാനേജറിന്റെ ഒരു ബേസിക് പേ വരിക. അതിനൊപ്പം തന്നെ DA, HRA, ട്രാവൽ അലവൻസ്, പിന്നെ ബാക്കി വരുന്ന മെഡിക്കൽ അലവൻസ്, അതുപോലെ നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, ഓവർ ടൈം അലവൻസ്, സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ്, നാഷണൽ ഹോളിഡേ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ് ഫോർ ചിൽഡ്രൻ, ഫ്രീ ട്രാവൽ ഓൺ ഇന്ത്യൻ റെയിൽവേസ്. കൂടാണ്ട് ഇതിന് മാത്രം ഒരു പ്രത്യേക അലവൻസ് വരുന്നുണ്ട്, കിലോമീറ്റർ അലവൻസ്. കിലോമീറ്റർ, അതായത് ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര രൂപ അലവൻസ് ഉണ്ട്. അപ്പോ ഒരു മാസം ഇത്ര കിലോമീറ്റർ അവർ സഞ്ചരിക്കണം എന്നുള്ളതുണ്ട്. ഒരു 3000 കിലോമീറ്റേഴ്സ്, ഒരു മിനിമം നമ്മളൊരു 3000 കിലോമീറ്റർ സഞ്ചരിക്കണം എന്നുള്ളത് ഉണ്ട്. അത് കൂടാണ്ട് 3000 മാത്രമല്ല, അതിന് മേളിലോട്ടും കിലോമീറ്റർ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന് ഈ പറയുന്ന ഇപ്പോൾ 1 കിലോമീറ്ററിന് നമുക്ക് ഏകദേശം അവർക്ക് ഒരു +4 rupees, അതായത് 4 രൂപയിൽ കൂടുതൽ, അതായത് ഒരു 4.5, 4.7 വരുന്ന രീതിക്കുള്ള 1 കിലോമീറ്ററിന് അലവൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു 3000, മിനിമം ഒരു 3000 രൂപ കടന്നു കഴിഞ്ഞാൽ, അല്ല 3000 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പോൾ ഇത് കൂടാണ്ട് എക്സ്ട്രാ വരുന്ന പേയ്മെന്റ് ആണ് അത്. അപ്പൊ ഇതും ഈ പറയുന്ന കണക്ക് നമുക്ക് ഏകദേശം ഒരു 60+ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ ഹാൻഡ് സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ പോസ്റ്റ്. അപ്പോൾ രണ്ടും നമുക്ക് ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് 65 എന്ന് ഉദ്ദേശിച്ചത് ഞാനൊരു മിനിമം പറഞ്ഞതാണ്. ഇതിലും കൂടുതലാണ് നമുക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്കുള്ള സാലറി കാര്യങ്ങളൊക്കെ വരിക. അതുകൂടാണ്ട് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ, ആ ഫെസിലിറ്റീസ് കംപ്ലീറ്റ് നമുക്ക് ഈ പറയുന്ന ഏതൊരു റെയിൽവേയുടെ പോസ്റ്റ് എടുത്താലും അതിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് പ്രൊമോഷൻ ആണ്. ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ഏതൊക്കെ പ്രൊമോഷൻ ലെവലിലേക്ക് പോകാം എന്നുള്ളതാണ്. പ്രൊമോഷൻ വരുമ്പോഴത്തേക്കും സ്റ്റേഷൻ മാസ്റ്റർ ആയി ആദ്യം, അത് കഴിഞ്ഞാൽ സ്റ്റേഷൻ സൂപ്പറിൻറ്റൻഡന്റ് ആയി, അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജറായി, നെക്സ്റ്റ് വരുന്ന ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജറായി. ഇത് ഏകദേശം ഒരു 5 to 8 years വരുന്ന രീതിക്ക്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു 10 to 12 years വരുന്ന രീതിക്ക് ഒക്കെയാണ് നമുക്ക് ഈ നമ്മുടെ പ്രൊമോഷൻ, അതായത് ഇത് ജനറൽ വരുന്ന രീതിക്കുള്ള പ്രൊമോഷൻ. ഇത് കൂടാണ്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരിക. ഇനി നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജറിന്റെ പ്രൊമോഷനും കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ്, ഗുഡ്സ് ട്രെയിൻ മാനേജർ ആദ്യം കയറുന്നത് ഫ്രീ ട്രെയിൻസിലായിരിക്കും. അതായത് ഗുഡ്സ് ആൻഡ് പാർസൽ സർവീസ് കൊണ്ടുപോകുന്ന ട്രെയിൻസ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ആയിരിക്കും ആദ്യം പോസ്റ്റിംഗ് കിട്ടുക. അത് കഴിഞ്ഞ് ഒരു 5 to 6 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും പാസഞ്ചർ ട്രെയിനിലേക്ക് നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന നമ്മുടെ ട്രെയിൻ മാനേജറിന് പ്രൊമോഷൻ കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു 10 years, ഒരു 10+ years ഒക്കെ വരുമ്പോഴേക്കും മെയിലും എക്സ്പ്രസ് ട്രെയിൻസ്, അതായത് നമ്മുടെ വന്ദേ ഭാരതില്, രാജധാനിയില്, ശതാബ്ദിയില് ഒക്കെ വരുന്ന പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരിക. ഇതും ട്രെയിൻ മാനേജർ തന്നെയാണ്. ട്രെയിൻ മാനേജറിൽ നിന്ന് പിന്നെ ഉയർന്നു പോവുകയല്ല ചെയ്യുന്നത്, അത് നമ്മുടെ ട്രെയിനിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ആ ട്രെയിൻ മാനേജർ പോസ്റ്റ് അതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആദ്യം ഗുഡ്സിലായിരുന്നു, പിന്നെ നമുക്ക് ഈ പറയുന്ന പാസഞ്ചറിലും, അതുപോലെ ശതാബ്ദിയിലും, രാജധാനിയിലും, വന്ദേ ഭാരതിലൊക്കെ ഏകദേശം ഒരു 10+ years കഴിയുമ്പോഴായിരിക്കും വന്ദേ ഭാരതിന്റെ ഹെഡായിട്ട് ഈ ഒരു ട്രെയിൻ മാനേജർ പോസ്റ്റിലുള്ളവർക്ക് കയറാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല പോസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഐ വിഷൻ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ്, ഗ്രാജുവേറ്റ് ലെവലിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് ഗുഡ്സ് ട്രെയിൻ മാനേജർ കൊടുക്കാവുന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ, അല്ലെങ്കിൽ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ. അതായത് ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഗുഡ്സ് ട്രെയിനിന്റെ കാര്യമാണ് പറയുന്നത്. ഗുഡ്സ് ട്രെയിൻ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്ന ആള്
LP ആയിരിക്കും, ലോക്കോ പൈലറ്റ് ആയിരിക്കും. ഏറ്റവും ബാക്കിലിരിക്കുന്ന ക്രൂ, അതായത് ആ ക്രൂ ആണ് ഗുഡ്സ് ട്രെയിൻ മാനേജറിന്റെ ക്രൂ എന്ന് പറയുന്നത്. മാനേജറും കാണും, അവരുടെ ക്രൂവും കാണും. അപ്പോൾ അതിന് മിഡിൽ വരുന്നത് എല്ലാം ഗുഡ്സ് ലോഡിങ്ങിന്റെ ആണ് വരുന്നത്. ഇത് തന്നെയാണ് പാസഞ്ചറിൽ വരുമ്പോഴും അതുപോലെ ബാക്കിയുള്ള ട്രെയിനുകൾ വരുമ്പോഴും ഏറ്റവും ലാസ്റ്റ് വരുന്ന ആ ഒരു ബോഗി എന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ. അതായത് ഗുഡ്സ് ട്രെയിൻ മാനേജർ, ആ ട്രെയിൻ മാനേജർ എന്ത് ചെയ്താൽ മാത്രമേ, സിഗ്നൽ കൊടുത്താൽ മാത്രമേ LP പോലും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതായത് ട്രെയിനിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് കിടപ്പുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അതായത് നമ്മുടെ ജോബ് പ്രൊഫൈൽ ആണ് സ്റ്റേഷൻ മാസ്റ്ററിന്റെ ജോബ് പ്രൊഫൈൽ. ആദ്യം നമുക്ക് ട്രെയിൻ ഓപ്പറേഷൻ ആൻഡ് സേഫ്റ്റി, അതായത് ട്രെയിനിന്റെ അറൈവല്, അതുപോലെ എക്സിറ്റ്, ഇതെല്ലാം ഇതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. അതായത് ഇപ്പോ ഒരു ട്രാക്കിൽ വേറൊരു ട്രെയിൻ കിടക്കുന്ന ട്രാക്കിൽ എന്തായാലും അടുത്ത ട്രെയിൻ എൻട്രൻസ് വരില്ല. അത് പോയി കഴിഞ്ഞ് ഇത്ര ടൈം ലാഗ് ഇതൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും സിഗ്നൽ കൊടുക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന അടുത്തൊരു ട്രെയിൻ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നത്. അപ്പം എൻട്രി ആൻഡ് എക്സിറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോ ക്രൂ മെമ്പേഴ്സ്, അതായത് ഇപ്പോൾ നമുക്കൊരു ട്രെയിനിനകത്തൊരു ട്രെയിൻ മാനേജർ ഉണ്ടാവും, ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ലോക്കോ പൈലറ്റ് ഉണ്ടാവും, അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ. ഇവർ 3 പേരും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു കോർഡിനേഷന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഒരു ട്രെയിൻ എൻട്രി ചെയ്യുന്നതും അതുപോലെ ലീവ് ചെയ്യുന്നതും. അതും നമ്മുടെ ഈ ഒരു പറയുന്ന ട്രെയിൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൂടാണ്ട് ഇപ്പൊ നമുക്ക് ട്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ മെഷീനറീസിൽ അതുപോലെ എക്യുപ്മെന്റ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻഷുർ ചെയ്യുക, അത് സേഫ് ആണെന്ന് എൻഷുർ ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. അതായത് ഫുള്ളി കൺട്രോള്, അതായത് ഒരു സ്റ്റേഷനിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് കംപ്ലീറ്റും സ്റ്റേഷൻ മാസ്റ്ററുടെ ഇതിലായിരിക്കും, റെസ്പോൺസിബിലിറ്റിയിലായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെയാണ് ട്രെയിനിന്റെ കാര്യം വരുമ്പോൾ, ട്രെയിനിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ട്രെയിനിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ട്രെയിൻ മാനേജറിനായിരിക്കും വരുന്നത്. അപ്പൊ രണ്ടും നമുക്ക് ഈക്വലായിട്ട് വരുന്ന ഒരു ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതാണ് ട്രെയിൻ ഓപ്പറേഷൻ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇനി സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോർഡിനേഷൻ തന്നെയാണ്. അതായത് നമ്മൾ റെയിൽവേ ക്രൂ, അതിലിപ്പോൾ നമുക്ക് സിഗ്നലിംഗ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതല്ല നമുക്ക് റെയിൽവേ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റാഫും കാര്യങ്ങളുള്ള കോർഡിനേഷനും കാര്യങ്ങളും ഒക്കെയാണ് സ്റ്റാഫ് മാനേജ്മെന്റിനകത്ത് വരിക. പിന്നെ വരുന്നത് പാസഞ്ചർ സർവീസ് ആണ്. അതായത് പാസഞ്ചേഴ്സിന്റെ അമ്യൂണിറ്റീസ്, അവരുടെ ക്വയറീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേഷൻ മാസ്റ്റർ, ആ ഒരു സർവീസും കാര്യങ്ങളും സ്റ്റേഷൻ മാസ്റ്ററിനാണല്ലോ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എമർജൻസി റെസ്പോൺസ് ആണ്. ഇപ്പം ആക്സിഡന്റ് സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ്, ആ ഒരു എമർജൻസി ആയിട്ട് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ കണ്ടീഷനിൽ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളെല്ലാം അതായത് സ്റ്റേഷൻ മാസ്റ്റർ ആണ് ചെയ്യുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അതായത് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ്സ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുക, ഹയർ അതോറിറ്റീസിലോട്ട് റിപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് അത് കറക്റ്റായിട്ടൊന്ന് സേഫായിട്ട് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. അപ്പം ഇത്രയുമാണ് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററിന്റെ ജോബ് പ്രൊഫൈലും കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജറിന്റെ ജോബ് പ്രൊഫൈൽ നോക്കാം. അതില് ട്രെയിൻ റൂട്ട് ക്ലിയർ ആയിരിക്കുക, ഇതെല്ലാം കൺഫേം ചെയ്യുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുഡ്സ് ട്രെയിനിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലോക്കോ പൈലറ്റ്, ലാസ്റ്റ് TM ആയിരിക്കും. അപ്പോൾ അതിനിടയിൽ വരുന്ന ഗുഡ്സുകളുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക, ഗുഡ്സ് കറക്റ്റ് ആയിട്ടാണോ, അതിന്റെ സർവീസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു വാഗണിൽ ഇപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അപ്പൊ അത് റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമ്മുടെ ട്രെയിൻ മാനേജർ ചെക്ക് ചെയ്യുന്നത്. അതായത് അത് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു ട്രെയിൻ മാനേജർ അത് കറക്റ്റ് ഫുള്ളി ഓക്കെ ആണ്, ട്രെയിൻ ഓക്കെ ആണെന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ലോക്കോ പൈലറ്റ് ട്രെയിൻ എടുക്കത്തുള്ളൂ. ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ട്രെയിൻ മാനേജർ ആണ്. അതായത് ട്രെയിൻ റൂട്ട് ക്ലിയർ ആക്കുക, അതുപോലെ ലിമിറ്റഡ് ട്രെയിൻ സ്പീഡ് ലിമിറ്റ് ചെയ്യുക, ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ലിമിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ട്രെയിൻ മാനേജർ ആണ്. പ്രൊഡിക്ഷൻ ഓഫ് സിഗ്നലിംഗ് എറർ, അതായത് ഇപ്പം ഒരു എൻട്രൻസ് ചെയ്യണം, ഒരു പാളത്തിൽ കൂടുതൽ നെക്സ്റ്റ് ഒരു സ്റ്റേഷനിലേക്ക് എൻട്രൻസ്
ചെയ്യുന്ന സമയത്ത് വരുന്ന സിഗ്നലിംഗ് എറർ കാര്യങ്ങളോ അതെല്ലാം ചെക്ക് ചെയ്യുന്നത് ട്രെയിൻ മാനേജറാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നലിംഗ് എറർ വരുവാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് കണക്ട് ചെയ്യുകയും LP ആയിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ഒരു ട്രയാങ്കുലർ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിനായിട്ടും നമ്മുടെ ട്രെയിൻ മാനേജറിനകത്ത് വരുന്ന ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ്, സഫീഷ്യന്റ് ബ്രേക്ക് പവർ അപ്ലൈ ചെയ്യുന്നത്, അതായത് എപ്പോഴും കൊടുക്കണം, എപ്പോൾ റിലീസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഈ പറയുന്ന TM ആണ് നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ്, എൻഷുർ സേഫ്റ്റി, ഗുഡ്സിന്റെ കാര്യത്തിലായിരുന്നാലും പാസഞ്ചറിന്റെ കാര്യത്തിലായിരുന്നാലും. ഇനി ആ ട്രെയിനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗുഡ്സ് ട്രെയിനിലാണെങ്കിൽ ഗുഡ്സിന്റെ സേഫ്റ്റി കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളത്. ഇനി പാസഞ്ചറോ വന്ദേ ഭാരതോ മെയിലോ എക്സ്പ്രസോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കംപ്ലീറ്റ് ആ റെസ്പോൺസിബിലിറ്റി ആൾക്കാരുടെ ആയിരുന്നാലും ട്രെയിനിന്റെ ആയിരുന്ന റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന TM ആണ് എടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് TMന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ? അപ്പൊ നമുക്ക് ഗുഡ്സ് ട്രെയിൻ മാനേജർ, അപ്പം ഞാൻ പറഞ്ഞു ഒരു A2 മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് വരുന്നതാണ്. അപ്പം ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ ഇവിടെ ഒരു സിഗ്നലിംഗ് ഒരു എറർ ഉണ്ട് എന്നറിയണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് രണ്ടിലും വരിക. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ വരുന്ന സമയത്ത് RRB NTPC വഴിയാണ് നമ്മൾ ഈ പറയുന്ന SM-ലേക്കും GTM-ലേക്കും കയറുന്നത്. അതിൽ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എഴുതുക. ഗ്രാജുവേറ്റ് ലെവലിലെ ലെവൽ 6 വരുന്നത് SM സ്റ്റേഷൻ മാസ്റ്ററും ലെവൽ 5 വരുന്നത് GTM, അതായത് ഗുഡ്സ് ട്രെയിൻ മാനേജറുമാണ്. ഓക്കെ, പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഒരു കോമൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. രണ്ടാം സ്റ്റേജും കമ്പ്യൂട്ടർ ബേസ്ഡ് CBT പരീക്ഷ തന്നെയാണ്. ഈ രണ്ട് നമ്മുടെ റിട്ടേൺ എക്സാംസ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷൻ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CBAT പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് CBAT എക്സാം. ഇത് SM-ന് മാത്രമേ ഉള്ളൂ, GTM-ന് ഇല്ല. GTM-ന് ഈ രണ്ട് എക്സാമും കഴിഞ്ഞതിന് ശേഷം നേരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ പോവും, പിന്നെ മെഡിക്കൽ എക്സാമിനേഷനിലാണ്. ഈ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇത്രയും നമ്മൾ പഠിച്ചെല്ലാം ചെയ്ത് വന്ന് നമ്മളെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് നേരെ മെഡിക്കലിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന കണക്ക് നമ്മളെ ഔട്ടാക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വിഷൻ നിങ്ങൾ പ്രോപ്പർ ആണോ ചെക്ക് ചെയ്തിട്ട് വേണം ഈ പറയുന്ന പോസ്റ്റുകൾക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി എക്സാം പാറ്റേൺ. Tier 1 എക്സാം 90 മിനിറ്റിനാണ്. QA വരുന്നത് 30 ക്വസ്റ്റ്യൻസ്, റീസണിങ് 30 ക്വസ്റ്റ്യൻസ്, GA 40 ക്വസ്റ്റ്യൻസ്. ഇനി Tier 2 എക്സാം വരുമ്പോൾ QA 35 ക്വസ്റ്റ്യൻസ്, റീസണിങ് 35 ക്വസ്റ്റ്യൻസ്, GA 50 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 120 മിനിറ്റ്സ് ആണ് അവിടെ ആ ഒരു എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജറിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരുവിധം നല്ല രീതിയിലുള്ള സാലറി പാക്കേജോട് കൂടി അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡിൽ തന്നെ 40+ ആണ് സ്റ്റൈഫൻഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് GTM-ന്. അതുപോലെ SM-നും ആ സെയിം പോലെ തന്നെയാണ്. ബേസിക് പ്ലസ് DA ആണ് നമുക്ക് ട്രെയിനിങ്ങിന് കിട്ടുക. അപ്പോൾ ആ ഒരു നല്ലൊരു പാക്കേജോട് കൂടി തന്നെ, എൻഹാൻസ് സാലറിയോട് കൂടി തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് GTM-ഉം അതുപോലെ SM എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് എന്നുള്ളൊരു പോസ്റ്റ് നമുക്ക് പറയാൻ അങ്ങനെ പറ്റില്ല. ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്ററിനാണെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ GTM-നാണെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. രണ്ടും ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള രണ്ട് പോസ്റ്റുകൾ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പറേഷൻസും കാര്യങ്ങളും കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ പ്രിഫറൻസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് 2024 അടുത്ത 2025 എക്സാം നമുക്ക് വരാൻ പോവുകയാണ്. എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഉടനെ തന്നെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് നമ്മുടെ ബാങ്കിനും SSCക്കും റെയിൽവേക്കും വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ബാച്ച് തന്നെയാണ്. ഇതിനകത്ത് ഒരു 1 ഇയർ ഗോൾഡ് വാലിഡിറ്റിയിൽ 3 കോഴ്സസും കൂടെ വരുന്ന ഒരു ബാച്ചാണ് ഈ പറയുന്ന ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ലെവൽ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ അതിൽ
ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ബേസിക് ലെവലാണ്. ബേസിക് ലെവലിൽ കോർ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യും. അതായത് സിലബസോട് കൂടി തന്നെ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നമ്മുടെ കോർ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, വിഷ്വലൈസേഷൻ ബേസ്ഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഇന്റർമീഡിയറ്റ് ലെവലാണ്. അവിടെ നമ്മൾ മോക്കുകളും ഡ്യുവൽ മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ വീക്ക് ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്മൾ മോക്കുകളൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് വീക്ക് ഏരിയാസ് അവിടെ കിട്ടും. അപ്പൊ ആ വീക്ക് ഏരിയാസ് കറക്റ്റ് ആയിട്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസും കാര്യങ്ങളൊക്കെയാണ്. അത് ത്രൂ നിങ്ങളുടെ ഡ്യുവൽ മെന്റർഷിപ്പിലോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ആക്കി എടുക്കാൻ സാധിക്കും. പിന്നെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസും ഈ ബുക്സും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണ് എക്സ്പേർട്ട് ലെവൽ. അവിടെ നമ്മൾ ഫുള്ളി പ്രാക്ടീസിങ് ആണ്. അതായത് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ വരുന്ന കേസിൽ ഇന്റർവ്യൂ, ഇല്ലാത്തതെങ്കിൽ നമുക്ക് മെയിൻസ് പ്ലസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു ലെവലാണ് പ്രാക്ടീസ്. അത് പ്രാക്ടീസ് തന്നെയാണ് അവിടെ വരിക. മോക്ക് ടെസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ വരുന്നത് മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആണ്. അങ്ങനെ ഒരു 3 ലെവൽ വരുന്ന ഒരു ലേണിംഗ് സ്ട്രക്ചർ ആണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് വരുമ്പോൾ. ഇതിൽ 2.5 lakh പ്ലസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ 2500 പ്ലസ് റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1.5 ലക്ഷം വേക്കൻസി, അതായത് ടോട്ടൽ എല്ലാം കൂടി 1.5 ലക്ഷം വേക്കൻസിയോട് കൂടി വരുന്ന 22ലധികം എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ബാച്ച് കൂടിയാണ്. ഇപ്പൊ റെയിൽവേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസും അവൈലബിൾ ആണ്, അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്രത്യേകം ബാച്ചസ് ആയിട്ടും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലറിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. 8714764666 എന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അറ്റാച്ച്ഡ് ആയിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. അതുമല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GTM ആൻഡ് SM പറ്റിയിട്ടുള്ളത്. അപ്പോൾ GTM വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അത് നമുക്ക് തീരെ തന്നെ അറിയാൻ പാടില്ലാത്തൊരു പോസ്റ്റാണ്. ഗുഡ്സ് ഗാർഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. SM പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് എപ്പോഴും കേൾക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾ മനസ്സിലാക്കുക. ഏത് എക്സാമിനാണ്, ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ കയറേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.